പ്രിവിയത്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളും ഇവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ട് പോകുന്നേ. ഇപ്പോൾ അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആയിട്ടോ ഞങ്ങൾക്ക്. ഇവിടെ വിൻ്ററൊക്കെ കഴിഞ്ഞ് സ്പ്രിംഗ് ഒക്കെ സ്റ്റാർട്ടായി. നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ടൊക്കെ തന്നെ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ അടുത്തൊരു ബസാറുണ്ട്, അങ്ങോട്ടേക്ക് പോകാമെന്ന്. അപ്പോൾ ഞങ്ങളിന്ന് ബസാറിൽ പോകുന്നതേ കുറച്ച് മീൻ മേടിക്കാനാണ്. ഞങ്ങളിവിടെ അധികം മീൻ മേടിക്കാറില്ല. ഞങ്ങൾ താമസിക്കുന്നത് ഒരു ലാൻഡ് ലോക്ക്ഡ് കൺട്രി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അധികം ഫിഷ് കിട്ടാറില്ല. ഇനി ഈ ബസാറിൻ്റെ പേരെന്താ നിങ്ങൾക്ക് അറിയണ്ടേ? ഇതിന് പറയുന്നത് യൂനുസാബാദ് ബസാർ എന്നാണ്. കാര്യം ഈ ബസാർ ഇരിക്കുന്നത് യൂനുസാബാദിലായതുകൊണ്ട്. നിങ്ങൾ ചോർച്ചു ബസാർ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ബസാർ. പക്ഷേ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഈ യൂനുസാബാദ് ബസാറാണ് കേട്ടോ. കാര്യം നിങ്ങൾക്ക് ഇതിനകത്ത് കയറുമ്പോൾ തന്നെ കാണാൻ പറ്റുമേ, ഭയങ്കര വെൽ ഓർഗനൈസ്ഡും ക്ലീനുമാണ് ഈ ബസാർ. വലിയ അലമ്പോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ബസാറിലില്ല. ഇവിടെ ഏകദേശം ഇതിൻ്റെ ഒരു വലുപ്പം എന്ന് പറയുമ്പോഴത്തേന് നമ്മുടെ ലുലു മാളിൻ്റെ ഒരു ഫ്ലോറിനെക്കാട്ടിലും വലുതാണ് ഈ ഒരു ബസാർ. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും തന്നെ നമുക്ക് ഈ ബസാറിൽ നിന്ന് കിട്ടുവേ. ഞാൻ കണ്ട വേറൊരു പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ ബസാറിൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് ഇവിടുത്തെ സ്ത്രീകളാണ് കേട്ടോ. പുരുഷന്മാരും ഉണ്ട്, പക്ഷേ കൂടുതലും ഞാൻ സ്ത്രീകളെ കണ്ടിട്ടുണ്ട് ഇവിടെ. പോയ വഴിക്ക് നമ്മുടെ മുഷി കണ്ടു കേട്ടോ. കണ്ടപ്പോൾ ഒന്ന് എടുത്ത് നോക്കിയതാണേ, ഞങ്ങൾ മേടിച്ചില്ല. അതുപോലെ തന്നെ നമ്മൾ യൂറോപ്യൻ കൺട്രീസിൽ അല്ലെങ്കിൽ വെളിനാടുകളിലൊക്കെ പോകുമ്പോഴത്തേന് ഈ ഫ്ലവേഴ്സ് ഭയങ്കര കോമൺ ആണ്. കാര്യം അവർ നല്ലോണം ആൾക്കാരെ ട്രീറ്റ് ചെയ്യും. അവർ നമ്മൾ കാണാൻ പോവുകയാണെങ്കിലും എന്തെങ്കിലും ഒക്കേഷൻസ് ഉണ്ടെങ്കിലും ഒക്കെ ഇവർ ഈ ഫ്ലവേഴ്സ് കൊടുത്താണ് അവരെ വെൽക്കം ചെയ്യുന്നതും അവരെ ട്രീറ്റ് ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ ഒരുപാട് കൈൻഡ് ഓഫ് ഫ്ലവേഴ്സും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സ്പ്രിംഗ് ആയതുകൊണ്ട് തന്നെ പല പല വെറൈറ്റികൾ നമുക്ക് കാണാൻ പറ്റുമേ. പല ടൈപ്പിലാണ് ഇവർ ഈ ഫ്ലവേഴ്സൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. വലിയ ബൊക്കേഴ്സുണ്ട്, ചെറിയ ബൊക്കേഴ്സുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെയോ നമ്മളാകെപ്പാടെ പൂ വെക്കുന്നത് ആരെങ്കിലും മരിക്കുമ്പോഴായിരിക്കും അല്ലേ. അതല്ലാണ്ട് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത് അങ്ങനെയാണേ. ഈ ഒരു സെക്ഷൻ ഫുൾ ഇങ്ങനെ ഫ്ലവേഴ്സാണ് കേട്ടോ. പിന്നെ ഈ റോസസൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. കണ്ടോ നിങ്ങൾ റോസസിൻ്റെ കമ്പൊക്കെ ഇരിക്കുന്നത്? എനിക്ക് തോന്നുന്നു ഇനിയിപ്പം നല്ല രീതിക്ക് റോസസൊക്കെ ഉണ്ടാവും. കാര്യം ആ ഒരു സീസൺ ആണല്ലോ, ആ ഒരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ. നമ്മുടെ ബോൺസേ ഒക്കെ ഇരിപ്പുണ്ട്, വളങ്ങളിരിപ്പുണ്ട്, വിത്തുകളിരിപ്പുണ്ട്, അങ്ങനെ കുറേ. പല പല ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫ്ലവേഴ്സ് ഇരിക്കുന്നുണ്ട്. എനിക്കിതിൻ്റെ ഒന്നും പേരറിയത്തില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ എന്തോ പ്രശ്നം നടക്കുന്നുണ്ട്. അപ്പം ഞാൻ അധികം ഇടപെട്ടില്ല. നമുക്ക് പോവാം. കാര്യം നമുക്കവർ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. കേട്ടിരിക്കാമെന്ന് വിചാരിച്ചാലും ഭാഷ അറിയില്ലല്ലോ. അതുകൊണ്ട് വായോ, നമുക്ക് പോയേക്കാം, എസ്കേപ്പ് അടിക്കാം. കമോൺ ഗൈസ്. ഓരോ ഐറ്റം ഇരിക്കുന്നത് ഓരോ സെക്ഷനിലാണ്. ഇതിപ്പോൾ നമ്മൾ കയറി ചെല്ലുന്നത് മുട്ട ഇരിക്കുന്ന സെക്ഷനിലാണ്. മേ ബി ഇവർക്ക് ഫാമും മറ്റു കാര്യങ്ങളും കാണുമായിരിക്കും. അവിടെ നിന്ന് കിട്ടുന്ന മുട്ടകൾ ഇവിടെ കൊണ്ടുവന്ന് സെയിൽ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മൾ കയറി ചെല്ലുന്നത് അരി വിൽക്കുന്ന സെക്ഷനിലോട്ടാണ്. നമ്മൾ ഇന്ത്യൻസ് ആയതുകൊണ്ട് തന്നെ നമ്മളെ കാണുമ്പോഴത്തേനെ ഇവർ ബസ്മതി റൈസ് എന്ന് പറഞ്ഞ് വിളിക്കും. കാര്യം നോർത്തിലൊക്കെ ആൾക്കാർ ബസ്മതി റൈസ് ആയിരിക്കും കഴിക്കുന്നത്. നമ്മുടെ കേരളക്കാർ ഈ മറ്റേ കുത്തിരിച്ചോറും മറ്റുമാണല്ലോ കഴിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് അവിടെ ഇത് കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്നത് ഈ ബസ്മതി റൈസാണ് കേട്ടോ. പിന്നെ ഈ പൊടികളൊക്കെ ഇരിക്കുന്ന സെക്ഷനിലോട്ടാണ് ഞങ്ങൾ പോയത്. നമ്മുടെ മുളക് പൊടി, അങ്ങനെ പല കൈൻഡ് ഓഫ് മസാലകൾ ഇവിടെ ഇരിപ്പുണ്ട്. അതൊക്കെയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഇവിടെ ഉള്ള ആൾക്കാർ അങ്ങനെ അധികം എരി കഴിക്കാറില്ല. ഇവർക്ക് എരി പറ്റത്തില്ല കേട്ടോ അധികം. ഇവർക്ക് ഇത്തിരി മധുരം കലർന്ന ഫുഡാണ് ഇഷ്ടം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കൊടുക്കുവാണെങ്കിൽ തന്നെ നമ്മൾ സ്വീറ്റായിട്ടുള്ളത് കൊടുക്കാനാണ് മാക്സിമം ട്രൈ ചെയ്യുന്നത്. പിന്നെ പലതരത്തിലുള്ള ധാന്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഏറ്റവും കിട്ടാൻ പാടി മുളകാട്ടോ. നമുക്ക് പ്രത്യേകിച്ച് ഈ മുളകില്ലാണ്ട് ഒന്നും വെക്കാൻ പറ്റില്ലല്ലോ. ഇതിന് നല്ല വിലയാണ്. 1 കിലോ മുളകിന് ഏകദേശം നമ്മുടെ നാട്ടിലെ 500 രൂപയാണ് ഇവിടെ വില വരുന്നത്. പിന്നെ ഞങ്ങളത് ഫ്രീസറിനകത്ത് ഫ്രീസ് ചെയ്ത് വെക്കും കേട്ടോ. നമ്മുടെ വീഡിയോ എടുത്തപ്പോഴത്തേന് ഇവർ നമ്മുടെ വീഡിയോ എടുക്കുവാണെന്ന് പറഞ്ഞ് ചിരിക്കുന്നു. അവരുടെ പല്ല് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? സ്വർണ്ണപ്പല്ല ഇവർക്ക് ഭയങ്കര ഒരു പ്രൗഡാണ് ഈ സ്വർണ്ണപ്പല്ല്. ഒട്ടുമിക്ക എല്ലാവരുടെയും വഹിച്ചിരിക്കുമ്പോഴും നമുക്ക് ഈ സ്വർണ്ണപ്പല്ല് കാണാൻ പറ്റും. അങ്ങനെ പിന്നെ നമ്മൾ ഇനിയും പോകുന്നത് പച്ചക്കറിയുടെ സെക്ഷനിലോട്ടാണ്. ഈ ഇരിക്കുന്നതൊക്കെ ചീര കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് ചീരയൊന്നും വേണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഈ ചീരയൊന്നും എടുത്തില്ല. അപ്പോൾ നിങ്ങളിതൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇത് ഒത്തിരി ഉള്ളതുകൊണ്ട് നമുക്കും കൺഫ്യൂഷൻസാണ് എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത്. ഞങ്ങൾ ഇവിടെ അങ്ങനെ അധികം വന്നിട്ടില്ലല്ലോ. 2-3 വന്നിട്ടുള്ളൂ.
പ്രത്യേകിച്ച് ഈ ബസാറിലോട്ട് വരുന്നത് ഞങ്ങൾ മീൻ മേടിക്കാനായിട്ട് കേട്ടോ. ഇവിടെ നട്ട്സും മറ്റു കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ക്യാഷ്യൂ തീർന്നിരിക്കുകയായിരുന്നേ. അപ്പോൾ ഞങ്ങൾക്ക് ക്യാഷ്യൂ വേണമായിരുന്നു. പക്ഷേ ഇവിടുന്ന് ഞങ്ങൾ മേടിച്ചില്ല. വേറൊരു ഷോപ്പുണ്ട് ഇവിടെ തന്നെ നമുക്കറിയാവുന്നേ. അപ്പോൾ അങ്ങോട്ട് പോയി മേടിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ കൂടുതലും ഉള്ളത് ഈ ക്യാബേജ്, ഈ ഇലവർഗ്ഗങ്ങൾ, പിന്നെന്താണ് തക്കാളി, ഒണിയന്, ക്യാരറ്റ് അങ്ങനെയൊക്കെയാണ്. അതല്ലാണ്ട് നമ്മുടെ നാട്ടിലെ കൂട്ടുള്ള പല വെറൈറ്റി പച്ചക്കറികളൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് നമുക്കും ഭയങ്കര പാടാണ് കുക്ക് ചെയ്യാൻ നേരത്തൊക്കെ. എനിക്കാണെങ്കിലും എന്തെങ്കിലും പച്ചക്കറിയൊന്നും ഇല്ലാണ്ട് പറ്റത്തുമില്ല. പിന്നെ ഇവിടെയുള്ള മെയിൻ ഐറ്റമാണ് ഈ സോസേജും മറ്റു കാര്യങ്ങളും ഒക്കെ. അതുപോലെ ഈ ഓറഞ്ച് കണ്ടോ, കുഞ്ഞ് ഓറഞ്ചാണ്, പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലോട്ട് വന്നപ്പോൾ ഞങ്ങൾ സ്ട്രോബെറി ഇരിക്കുന്നത് കണ്ടോ, ഫ്രഷ് സ്ട്രോബെറി ആട്ടോ. ഇനിയിപ്പോൾ സ്ട്രോബെറിയുടെ സീസണാണേ, നമുക്ക് നല്ല ഫ്രഷ് സ്ട്രോബെറീസ് കിട്ടും. ഞങ്ങൾ പക്ഷെ മേടിച്ചില്ല, പക്ഷെ മേടിക്കണം പിന്നീട് ഒരിക്കലാട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ക്യാഷ്യൂ മേടിക്കാൻ പോവാന്ന്. ഇനി ഈ കാണുന്ന ഷോപ്പിലോട്ടാണ് ഞങ്ങൾ ക്യാഷ്യൂ മേടിക്കാൻ പോകുന്നത്. ഇവിടുന്ന് അച്ഛൻ മുന്നേയും ക്യാഷ്യൂ മറ്റു നട്ട്സും ഒക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ പയ്യൻ്റെ അത് കുറച്ച് ക്യാഷ്യൂ മേടിക്കാം. ഇവരോടൊക്കെ നമുക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് പറ്റത്തില്ല, ഉസ്ബെക്ക് അല്ലെങ്കിൽ റഷ്യനെ പറ്റത്തുള്ളൂ. പക്ഷേ ഈ മനുഷ്യന് ഇച്ചിരി ഇംഗ്ലീഷൊക്കെ അറിയാമായിരുന്നു. പിന്നെ നമ്മളിങ്ങനെയും കയറി ചെല്ലുന്നത് മീറ്റിൻ്റെ സെക്ഷനിലോട്ടാട്ടോ. ഇവിടെ ഉള്ളവരെ ഒത്തിരി മീറ്റ് ഉപയോഗിക്കും കേട്ടോ. ചിക്കന്, ബീഫ്, കുതിരയുടെ ഇറച്ചി, ഇതിൻ്റെയൊക്കെ സോസേജും മറ്റു കാര്യങ്ങളും അങ്ങനെയൊക്കെ ഓരോന്നും ഓരോ പാർട്സായിട്ടായിരിക്കും ഇവർ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. പക്ഷേ പറയാണ്ടിരിക്കാൻ പറ്റില്ലയേ, ഈ മീറ്റിൻ്റെ ഷോപ്പിൽ കയറിയതാണെന്ന് പറയത്തേ ഇല്ല. കാര്യം അത്രയ്ക്ക് ക്ലീനാണ് കേട്ടോ. ഒരു മണമാട്ട് ഒന്നുമില്ല, അലമ്പാട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. എല്ലാം നല്ല ക്ലീനായിട്ട് നല്ല ഓർഗനൈസ് ചെയ്തിട്ടാണ് വെച്ചേക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ചിക്കൻ്റെ സെക്ഷനിലോട്ട് വന്നു. അതും ഓരോ പാർട്ടായിട്ടാണ് വെച്ചേക്കുന്നത്. വേറൊരു സംഭവം കണ്ടത്, ഇവർ കോഴിയുടെ തല വെച്ചിട്ടുണ്ട്. ഇതിനിവർ കഴിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവരെന്തിനാണ് ഇതിങ്ങനെ വെച്ചേക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. നമുക്ക് കാണുമ്പോൾ ഒരുമാതിരി അറപ്പ് തോന്നും. എന്നാലും പോട്ടെ, ഇവിടെയുള്ളവരെങ്ങനെ നമുക്കറിയില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ മീറ്റിൻ്റെ സെക്ഷനിൽ നിന്നൊക്കെ ഇപ്പോൾ ഇതൊക്കെ എല്ലാം കണ്ട് കേട്ട് ഇറങ്ങി. ഞങ്ങൾ മേടിച്ചില്ല കേട്ടോ, കാര്യം നമുക്കിന്ന് മീൻ മതിയല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ മീൻ വിൽക്കുന്ന ചേച്ചീനെ തപ്പി പോകണം. ഇവരെവിടെ ഇരിക്കുന്നത് ഞങ്ങൾ മറന്നുപോയി. കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഒത്തിരി സെക്ഷൻസ് ഉണ്ട്. ഇനി ഇവരെ തപ്പി ഇറങ്ങണേ, നമുക്ക് നോക്കാം എവിടെ അവരുള്ളതെന്ന്. ഇനിയിപ്പോൾ നമ്മൾ പോകുമ്പോഴത്തേനെ ഫ്രൂട്ടിൻ്റെ സെക്ഷനിലോട്ട് നമ്മൾ പോകാറുണ്ട്. അപ്പോൾ അവിടെ ഈ പറയുന്ന കണക്കിന് ഒരു കൈൻഡ് ഓഫ് സ്വീറ്റ് വെച്ചിട്ടുണ്ട്, നമ്മുടെ ശർക്കര പാനി പോലെ എന്തോ ഒരു സാധനം. പക്ഷേ അതിന് വലിയ വികാരമൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. അച്ഛൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട്. എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ മടിയായതുകൊണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്തില്ല. നമുക്ക് എപ്പോഴേലും ഒരു ദിവസം പോയി ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്താ സംഭവമെന്ന്. ഇനിയിപ്പോൾ വൈകിട്ടായതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ റമദാൻ്റെ നോമ്പ് തുറക്കുന്ന സമയമൊക്കെയാണല്ലോ. അപ്പോൾ തന്നെ ഇവർ വന്നിട്ട് ഒത്തിരി കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് മേടിച്ചു കൊണ്ടുപോകും. ഫ്രൂട്ട്സും മറ്റു കാര്യങ്ങളൊക്കെ, ആപ്പിള്, കുഞ്ഞു ഓറഞ്ചസ്, സ്ട്രോബെറീസ്, അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. ഈ പറയുന്ന പോമഗ്രാനൈറ്റ് ഉണ്ടല്ലോ, നമ്മുടെ അനാറ്, ഇവരിത് ഏതൊരു മെഷീനിൽ വെച്ചിട്ട് ഇങ്ങനെ ജ്യൂസ് ആക്കുവേ. അപ്പോൾ ഈ അനാറിൻ്റെ ഫ്രഷ് ജ്യൂസ് ഇവരൊരു കുപ്പിയിലാക്കി സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കും. എനിക്ക് തോന്നുന്നു ഫ്രഷ് നല്ല സംഭവമായിരിക്കും. വലിയ എന്താ പറയുക, പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്തതായിരിക്കും. ഇങ്ങനെ കുപ്പിയിലാക്കി ഇവരിത് വിൽക്കാൻ വെക്കുവേ. പക്ഷെ ഞങ്ങൾ മേടിച്ചില്ല, നമുക്കറിയില്ലല്ലോ എങ്ങനെയാണെന്ന്. വേണമെങ്കിൽ ഒരു ദിവസം നമുക്ക് ട്രൈ ചെയ്യാനുള്ളതേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ശർക്കരപ്പാനി പോലൊരു സംഭവം ഉണ്ടെന്ന്, അതാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ഞങ്ങൾ ക്യാഷ്യൂവും മുളകും പിന്നെന്താ നമ്മൾ മേടിച്ചേ, ക്യാഷ്യൂവും മുളകും മേടിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ മീൻ വിൽക്കുന്ന ചേച്ചീനെ തപ്പി പോകണം. ഇതൊക്കെ ഇവിടുത്തെ ബ്രെഡാണ് കേട്ടോ, ഇവിടുത്തെ മെയിൻ ഫുഡാണേ. 2-3 ബ്രെഡ് മേടിച്ചുകൊണ്ടും ഇവരുടെ ലഞ്ചും ഇവിടുത്തെ ഡിന്നറും ഒക്കെ ബ്രെഡാണ് കേട്ടോ. ഇവരങ്ങനെ കുക്ക് ചെയ്തൊന്നുമില്ലാന്ന് തോന്നുന്നു. അപ്പം ഈ ഒരു സെക്ഷനിലാണ് നമ്മുടെ മീൻ ചേച്ചി ഇരിക്കുന്നത്. വായോ, നമുക്ക് പോയി ഇനി മീൻ മേടിക്കാം. ഇവിടുന്ന് കേട്ടോ നമ്മൾ മീൻ മേടിക്കുന്നത്. കഴിഞ്ഞ വട്ടം നമ്മൾ മേടിച്ചത് ഈ മീനായിരുന്നു കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മീനായിരുന്നു. അത്യാവശ്യം മുള്ളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ മുഷിയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവർ ഈ അക്വേറിയത്തിനകത്ത് വളർത്തുന്ന മീനാണ് ഇത്. അതല്ലാണ്ട് നമ്മുടെ സീ ഫിഷൊന്നും നമുക്ക് കിട്ടാറില്ല. അപ്പം ഇവിടെ നിന്നൊരു മീൻ നമ്മൾ മേടിച്ചുകൊണ്ട് പോവുകയാണേ. ഈ എന്താ പറയുക, മുഷി നമ്മൾ മേടിച്ചില്ല. കാര്യം ഒരു മേടിക്കാൻ തോന്നിയില്ല കണ്ടിട്ട്. പിന്നെ നമ്മൾ മേടിച്ച മീനെ ഈ ഒരു മീനാണ് കേട്ടോ. ഇതിൻ്റെ രുചിയെന്ന് പറയുമ്പോഴത്തേന് ഫ്രൈ ഒക്കെ ചെയ്യുമ്പോഴത്തേന് നമ്മുടെ വാള ഫ്രൈ ചെയ്ത് കഴിക്കുന്ന രുചിയില്ലേ, അതായിരുന്നേ. മീൻ കറി വെച്ചപ്പോഴാണെങ്കിലും മീൻ കറി വെച്ചൊരു ടേസ്റ്റാണ് കേട്ടോ. അതിന് വാളയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പച്ച പറയുന്നത് അല്ല എന്നാട്ടോ.
അപ്പം നിങ്ങൾക്കത് കണ്ടിട്ട് വാളയാന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പുള്ളിക്കാർ നല്ല അടിപൊളിയായിട്ട് എന്താ പറയുക, പുള്ളിക്കാരുടെ കടയെ പ്രൊമോട്ട് ചെയ്ത് സെയിൽ നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്യുന്നുണ്ട്. അച്ചയ്ക്ക് കുറച്ച് റഷ്യൻ അറിയാവുന്നതുകൊണ്ട് പുള്ളിക്കാർ പറയുന്നതൊക്കെ അച്ചയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. പുള്ളിക്കാരോട് നമ്മൾ ഏതാ നല്ലത്, എങ്ങനത്തെയാ ബെറ്റർ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. പുള്ളിക്കാരി അപ്പം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. നമ്മൾ മേടിച്ച മീൻ ഏകദേശം 70,000 സോമായേ. 70,000 സോമെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഞെട്ടണ്ട. നിങ്ങളൊന്ന് ട്രാൻസ്ലേറ്റ് കൺവേർട്ട് ചെയ്ത് നോക്കിക്കേ. 70,000 സോം ടു INR എത്ര രൂപയായിരിക്കുമെന്ന്. അപ്പോൾ അതിൻ്റെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് മീനൊക്കെ മേടിച്ചു. നമ്മൾ അവരോട് കട്ട് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ ഇവരോട് കട്ട് ചെയ്യാൻ പറയാണ്ടിരിക്കുന്നതാണ് ബെറ്റർ. കാര്യം അത്ര നല്ല എന്താ പറയുക, നമുക്ക് വേണ്ട പോലെ അവർ കട്ട് ചെയ്ത് തരത്തില്ല. ഇപ്പം നമ്മൾ തന്നെ ക്ലീൻ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇവർ നമ്മൾ ഈ പറയുന്ന മീൻ അവർ പറഞ്ഞിട്ട് ഇതുപോലൊരു ബോക്സിലാക്കുവേ. എന്നിട്ട് അത് അവർ അകത്ത് കട്ട് ചെയ്യാൻ കൊടുക്കും. ഈ ഓരോ ബോക്സിനും ഓരോ നമ്പർ കാണും. അപ്പം നമ്മുടെ ബോക്സ് 6 ആയിരുന്നേ. അവരതിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കുവാണേ. എന്നിട്ട് നമ്മളതിൻ്റെ പൈസയൊക്കെ കൊടുത്തു. എന്നിട്ട് ഇനി ഇവരിത് കട്ട് ചെയ്യാൻ പോവും. നമ്മുടെ 6 ആണെന്ന് പറയുമ്പോഴത്തേനും അവർ കട്ട് ചെയ്തിട്ട് തരും. അങ്ങനെ ഞങ്ങൾ മീനൊക്കെ മേടിച്ചു. അവർ കട്ട് ചെയ്യാനായിട്ട് കൊടുത്തു. മേടിച്ചില്ല, കട്ട് ചെയ്യാനായിട്ട് അവർ എടുത്തുകൊണ്ട് പോയി. ഇതിനിടയ്ക്ക് ഞാൻ വീഡിയോ എടുത്തപ്പോഴത്തേനെ പുള്ളി നമ്മുടെ മീൻ നമ്മളെ പൊക്കി കാണിക്കായിരുന്നു. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ തൊട്ടപ്പുറത്തെ ഷോപ്പിൽ കയറിയേ. കുഞ്ഞിന് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ മേടിക്കണമായിരുന്നു. കുക്കീസും മറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. സ്വീറ്റ്സ്, പല ഗ്രെയിൻസ്, അങ്ങനെ കുറേ കാര്യങ്ങളിവിടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടതെല്ലാം അവിടെ നിന്നെല്ലാം മേടിച്ച് ഞങ്ങളിപ്പോൾ ഇതൊക്കെ ഇനി അവിടെ നിന്ന് ഇറങ്ങുക കേട്ടോ. ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു ബസാറിൽ. ഇവിടെ പക്ഷേ മൺഡേ ഈ ബസാറില്ല കേട്ടോ. മൺഡേ ഈ ബസാറിന് അവധിയാണേ. വെളിയിൽ ഇറങ്ങിയപ്പോഴും ഈ പറയുന്ന കണക്കിന് സ്ട്രീറ്റിൽ കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിള്ളേരുടെ ക്ലോത്തും മറ്റു കാര്യങ്ങളൊക്കെ. നമുക്കതൊന്നും വേണ്ടാത്തതുകൊണ്ട് തന്നെ നമ്മളതൊന്നും മൈൻഡ് ചെയ്തില്ല. നമ്മളിനിയും പോവാം. ഇപ്പം ഞങ്ങൾ തിരിച്ചു പോകുന്നത് ടാക്സിക്കല്ല കേട്ടോ, നടന്നാണേ. കാര്യം നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ നടക്കാമെന്ന് വിചാരിച്ചു. കാര്യം എപ്പോഴും റൂമിൽ തന്നെ ഇരിക്കുമല്ലേ. വൈകിട്ടായതുകൊണ്ട് തന്നെ ഈ പറയുന്ന കണക്കിന് ഒത്തിരി ട്രാഫിക്കും കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇവിടുത്തെ വണ്ടികൾക്ക് മിക്ക കളറും ബ്ലാക്കും അല്ലെങ്കിൽ വൈറ്റും ആയിരിക്കുമേ. കാര്യം ചൂട് നല്ല ചൂടാട്ടോ ഇവിടെ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഞങ്ങൾ നടന്ന് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് സൈഡിലെത്തിയേ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു സംസ മേടിച്ചുകൊണ്ട് പോകാമെന്ന്. സംസ ഇവിടുത്തെ ഒരു ഫേമസ് ഫുഡാണ് കേട്ടോ. എന്തെങ്കിലും ഫില്ലിങ്സൊക്കെ കാണുമായിരിക്കും ഇതിനകത്തൊക്കെ സോസേജ് ആട്ടോ. ഞങ്ങൾ മേടിച്ചത് ആ പിസ്സ പോലിരിക്കുന്ന സാധനവും പിന്നെ വേറൊരു സംസയും. അതിനകത്ത് ചിക്കനും മീറ്റും ഒക്കെ ആയിരുന്നേ. ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ വിൻ്ററൊക്കെ കഴിഞ്ഞ് സ്പ്രിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഫ്ലവറൊക്കെ കാണാൻ നല്ല ഭംഗിയാട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് നിങ്ങളുടെ കമൻസൊക്കെ നിങ്ങൾ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇനി വേറൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ. നല്ലൊരു ദിവസം നേരുന്നു.